ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ഒന്നും കൂടുതൽ വിലയിരുത്തുന്നില്ല. നടന്ന സംഭവങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കാരണം എന്താ വെച്ചാൽ മാസീവായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഖത്തറും ഇറാനും കൂടി ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അതായത് ഈ ഖത്തറും ഇറാനും വളരെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഖത്തർ ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നും ഒരു എക്സ്റ്റെൻഡഡ് പോർഷനായിട്ട് ഒരു ലാൻഡാണ് ഖത്തർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൽ നിന്നും കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ ബോർഡറാണ്. അതുപോലെ ഇറാൻ്റെ ടെറിട്ടറി ആയിട്ട് മാറും കടൽ തീരം. അപ്പോൾ ആ ഏരിയയിൽ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ആ ഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്യാസ് പ്ലാന്റ് ആണ്. ഖത്തറിൻ്റെ ഏതാണ്ട് 80% ഇലക്ട്രിസിറ്റിയും അതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്തിലുള്ള പല രാജ്യങ്ങൾക്കും ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതും ഈ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റിൽ നിന്നുമാണ്. ഇപ്പോഴും ഇന്ത്യയുടെ LNG ഷിപ്മെൻറ്റുകളൊക്കെ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ഷിപ്പുകളൊക്കെ അവിടെ പെട്ടുകിടന്നതും ഈ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റിൽ നിന്നും ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ്. ഇത് ഗ്ലോബലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ ഓൾറെഡി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇസ്രായേലാണോ അറ്റാക്ക് ചെയ്തത് അല്ലെങ്കിൽ അമേരിക്കയാണോ അറ്റാക്ക് ചെയ്തത് എന്നുള്ള ഒരു കൺഫർമേഷൻ മാത്രമാണ് കിട്ടാനുള്ളത്. പക്ഷേ ഇറാൻ അല്ല അറ്റാക്ക് ചെയ്തത്. കാരണം ഇറാനും കൂടി ജോയിൻ്റ് ആയിട്ട് നടത്തുന്ന പ്രോജക്റ്റാണ്. കാരണം ഇതിൻ്റെ നോർത്ത് സൈഡ് സൗത്ത് സൈഡ് എന്ന് പറഞ്ഞിട്ട് 2 സൈഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇറാനാണ്. ഇറാൻ്റെ 75% ഇലക്ട്രിസിറ്റിയും ഇതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ 2 രാജ്യങ്ങൾക്കും വളരെ വളരെ അനിവാര്യമാണ്. ഇതിലുപരിയായിട്ട് ഇറാഖിന് 30 to 40% ഇറാഖിനും ഇവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി പോകുന്നത്. അപ്പോൾ ഇത് അടിച്ചതോടുകൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഖത്തറിന് പവർ ഷോർട്ടേജ്, എനർജി ഷോർട്ടേജ് വരാണ്. അതുപോലെ ഇറാൻ്റെ ഉള്ളിലും ഇതേ ഷോർട്ടേജ് വരാണ്. ഇറാഖിൻ്റെ ഉള്ളിലും 40% ബ്ലാക്ക് ഔട്ട് വരികയാണ്, നോ ഇലക്ട്രിസിറ്റി. ആ സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. കാരണം LNG ഇപ്പോഴാണ് ഇന്ത്യ സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറപ്പെടുവിച്ച് ഇന്ത്യക്കുള്ളിൽ ഇനി ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും നമ്മൾ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് പ്രൊഡക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ സപ്ലൈ ചെയിൻ LNG, അതായത് കുക്കിംഗ് ഗ്യാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് ഗ്യാസ് പ്രൊഡക്ഷനൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആശങ്കയില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാർത്ത ഇത് വളരെ വളരെ ക്രൂഷ്യലായിട്ട് ഒരു വിഷയമായിട്ട് മാറുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് കത്തുന്ന ഈ പ്ലാന്റ് ശരിക്കും നാച്ചുറൽ റിസോഴ്സാണ്. ആ നാച്ചുറൽ റിസോഴ്സ് നശിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ശരിക്കും ഖത്തറിന് വല്ലാത്ത രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽ താനി പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഈ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ആണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള പല ഗ്യാസ് പ്ലാന്റുകളെയും ടാർഗറ്റ് ചെയ്യുമെന്ന് വാൺ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല സൗദി അറേബ്യയ്ക്ക് നേരെ അവർ മിസൈലുകൾ അയക്കുന്നുണ്ട്. അതുപോലെ ഖത്തറിന് നേരെ അയക്കുന്നുണ്ട്, UAEക്ക് നേരെ അയക്കുന്നുണ്ട്, തുരുതര അവർ അയക്കാൻ തുടങ്ങി. അപ്പോൾ ഇറാൻ ആണെങ്കിൽ ഖത്തറിൻ്റെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെയും ഇറാനെയൊക്കെ ഒരുപോലെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ. ഇപ്പം ശരിക്കും ഖത്തറിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. പല രാജ്യങ്ങൾക്കുമിടയിൽ മീഡിയേഷൻ ചെയ്യാൻ പൊയ്ക്കൊണ്ടിരുന്ന ഖത്തറിന് ഇത്തരത്തിൽ ഇറാന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന പണി, അതേപോലെ തന്നെ ഇറാന്റെ പാർട്ട്ണർഷിപ്പ് ഉള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സൗത്ത് പാർ എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ശേഖരമുള്ള ഒരു പ്ലാന്റാണ് സൗത്ത് പാർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാസീവായിട്ടുള്ള പ്ലാന്റ് അറ്റാക്ക് ചെയ്ത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ ഇറാന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. IDFന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഫ്രീ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്രായേലി എയർഫോഴ്സിൽ പെട്ട ആൾക്കാർ ഏതെങ്കിലും ടാർഗറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കമാൻഡ് സെൻറ്ററിലേക്ക് അയച്ച് അതിന് പെർമിഷനൊക്കെ വാങ്ങിച്ച് IRGCയുമായിട്ട് ബന്ധപ്പെട്ട സീനിയർ ലെവലിലുള്ള നേതാക്കളെയൊക്കെ വധിച്ചിരുന്നത്, ഇല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി ഒഫീഷ്യലി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. IDFന് പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് IRGC യൂണിഫോമോടുകൂടി ആരെ കണ്ടാലും ശരി തന്നെ ഇറാന്റെ ഉള്ളിൽ ആക്രമിച്ചോളാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരാളെ ഇനി IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഇറാന്റെ ഉള്ളിൽ എലിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഫ്രീഡമാണ് IAF ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി.
അപ്പോൾ ഇതുകൊണ്ട് എലിമിനേഷൻ്റെ അളവ് ഇനി കൂടും. ഏറ്റവും കൂടുതൽ, അതായത് അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളായിട്ട് മാറും. ഇസ്രായേലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഇറാൻ ക്ലസ്റ്റർ വാർഹെഡുകളാണ് അയക്കുന്നത്. ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ അയക്കുമ്പോഴത്തേക്കും അത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഇമ്മ്യൂണിഷൻസ് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും വന്ന് പതിക്കുന്നുണ്ട്. അതിൽ അപകടങ്ങളും സംഭവിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ച വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻ ഗുറിയൻ എയർപോർട്ടിൽ ഡെബ്രി വന്ന് പതിച്ചിട്ട് അവിടെ നിർത്തിയിട്ടിരുന്ന 3 പ്രൈവറ്റ് എയർക്രാഫ്റ്റുകൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ഇസ്രായേലിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ വന്ന് പതിച്ചിട്ടുണ്ട്. 44 വയസ്സുള്ള ഒരു ഫാദർ, അതുപോലെ തന്നെ 12 വയസ്സ് 13 വയസ്സുള്ള 2 കുട്ടികൾ പരിക്കേറ്റിട്ടുണ്ട്. ഇഞ്ചൂർഡാണ്. നോ ലൈഫ് ലോസ് സോ ഫാർ. ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ എൻറ്റയർ ഡേ ലെബനന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ. വെറുതെ താറുമാറെന്ന് പറയുന്നതല്ല കേട്ടോ, ഞാൻ ഫൂട്ടേജസ് എല്ലാം ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. ആ രീതിയിലാണ് അറ്റാക്ക്. 15 സ്റ്റോറി ഒരു 15 നില കെട്ടിടം ഒറ്റ സ്ട്രൈക്കിൽ നിലം പതിക്കുന്നുണ്ട്. ഇത് ഇന്നലെ വൈറലായിരുന്നു ഈ വീഡിയോ. ഇത് ശരിക്കും ലെബനന്റെ ഉള്ളിൽ തന്നെയാണ്, ബെയ്റൂത്തിൽ ഹെസ്ബുള്ളയുടെ ബിൽഡിംഗ് ആണിത്. ഇതിനകത്ത് ഇവാക്വേഷൻ നോട്ടീസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിയത്. പ്രത്യേകിച്ചും ഇസ്രായേൽ അസറ്റ് ഡെമോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഖയ്യാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സൗത്ത് ലെബനാനിൽ ഖയ്യാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അറ്റാക്ക് നടത്തിയത്. ഇതിനകത്ത് ശരിക്കും അപ്പൊ ഈ തുടരെയുള്ള ഈ അറ്റാക്കുകളിൽ ടാർഗറ്റ് ചെയ്തതിൽ Holy shit! Right now, we are live from Beirut. This is happening right now in front of us. What's up? Oh my God, this is live from Beirut. Oh my God. Ladies and gentlemen, we are live from Beirut downtown. Airstrikes just hit right now. Oh. People on the streets right now. People on the streets. Holy shit right now. This is in front of my house. Guys, we're... ഒരു സീനിയർ ഹെസ്ബുള്ള അഡ്വൈസർ ഹുസൈൻ കബലാൻ എലിമിനേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഹെസ്ബുള്ളയുടെ ഒരു TV ചാനലുണ്ട്, അൽമനാർ TV എന്ന് പറഞ്ഞിട്ട്. ആ TV-യിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റ് മുഹമ്മദ് ഷാരി, അതേപോലെ തന്നെ അവരുടെ വൈഫ്, രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ലെബനന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളാണ്. ഇനി ഹമാസിന് വേണ്ടിയിട്ട് ഗാസയിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഖാൻ യൂനീസിലാണ് ഈ അറ്റാക്ക് നടത്തിയത്. ഒരു ഒറ്റ സ്ട്രൈക്ക്. ആ ഒറ്റ സ്ട്രൈക്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് ആയിരുന്നത്. അവിടെ ശരിക്കും എയിം ചെയ്തിരുന്നത് ഹമാസിന്റെ സീനിയർ കമാൻഡറാണ്. ഖാൻ യൂനീസിൽ വെച്ചിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്, സൗത്ത് ഗാസയിൽ. അപ്പോൾ ഈ മുഹമ്മദ് അബു ഷഹറാനും എലിമിനേറ്റഡ് ആണ്. അതായത് ഇസ്രായേൽ ഒരു സ്ഥലവും വിട്ടുവെക്കുന്നില്ല, എല്ലാ സ്ഥലങ്ങളും അറ്റൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ മിലിറ്ററി ഓപ്പറേഷൻ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഈ ലോകം വലിയ രീതിയിൽ ഒരു LNG ക്രൈസിസിലോട്ട് മാറാൻ പോവുകയാണ്. ഗ്യാസിന്റെ നീഡ് വളരെ വലുതായിട്ട് വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. നിലവിൽ പ്രത്യേകിച്ച് റഷ്യ മാറി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ചൈനയിലേക്ക് ക്രൂഡ് ഓയിലുമായിട്ട് വന്ന 7 ഷിപ്മെന്റുകൾ റഷ്യ ഇന്ത്യയിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. യൂറോപ്പിന് പണി കൊടുക്കാനുള്ള എല്ലാ മാർഗങ്ങളും അമേരിക്ക കൂത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ തുൾസി ഗബ്ബാർഡിന്റെ സെനറ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ. സെനറ്റിൽ ഇന്നലെ തുൾസി ഗബ്ബാർഡ്, ഇന്റലിജൻസ് ചീഫായിട്ടുള്ള തുൾസി ഗബ്ബാർഡ് സെനറ്റിലേക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് US-ന്റെ ഡിപ്ലോമസിയെ കുറിച്ചാണ് പറയുന്നത്. US-ന്റെ ഡിപ്ലോമസി റഷ്യ ഓറിയന്റഡ് ആയിട്ട് കുറച്ച് മാറ്റി പിടിച്ചിട്ട് ചൈനയെ ഒരു ലെവലിൽ ഒതുക്കാനും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണി കൊടുക്കാനും അമേരിക്ക തീരുമാനിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഗ്യാസ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈനിലാണ്. ആ കമ്പനികളെ അമേരിക്ക ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള സപ്ലൈ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിന് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. കീർ സ്റ്റാർമർ വന്നതിന് ശേഷമാണ് UK-യും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം.
സൗദി അറേബ്യയിൽ ഇന്നലെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചിട്ടുണ്ടായിരുന്നു. 4 ഇന്റർസെപ്റ്റഡ് എന്നാണ് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് അയൺ ബീം അഡീഷണൽ സപ്പോർട്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അയൺ ബീം അവിടെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേറ്റീവ് ആയിട്ട് നോർത്തേൺ ഇസ്രായേൽ ഭാഗത്തുള്ള പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് ഡെഡിക്കേറ്റീവ് ആയിട്ട് ഒരു അയൺ ബീം അവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കിരിയത് ഷിമോന ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വന്ന് പതിക്കുന്നത്. 5 ഇറാനിയൻ റെജിം മീറ്റിംഗ് സ്പോട്ടുകൾ ഇന്നലെ ഇസ്രായേൽ അറ്റാക്ക് നടത്തി. 5 ഇറാനിയൻ IRGC മീറ്റിംഗ് സ്പോട്ടുകൾ കൃത്യമായിട്ട് അടിച്ച് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര പേര് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് പുറത്തു വരുന്നതായിരിക്കും. 5000 പൗണ്ട് വെയിറ്റേജ് ഉള്ള ബോംബിട്ട് അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക. ഇപ്പം ഇതൊക്കെ ഇനി കണ്ടറിയണം. മാപ്പും കാര്യങ്ങളെല്ലാം തന്നെ അവർ പരസ്യമായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൗത്ത് പാർക്ക് ഗ്യാസ് പ്ലാന്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോ കെമിക്കൽ സ്റ്റേഷനും കൂടിയുണ്ട്. ആ പെട്രോ കെമിക്കൽ സ്റ്റേഷനെയും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നോർത്ത് ഫീൽഡ്, സൗത്ത് ഫീൽഡ് 2 എണ്ണമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇറാന്റെ പോർഷനിലാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നെങ്കിലും ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഖത്തറിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഖത്തർ അവർക്ക് വിയോജിപ്പുണ്ട്. ഈ സൗത്ത് പാർക്ക് ഗ്യാസ് പ്ലാന്റ് നിങ്ങൾ ആരുടെ ചോദിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്, എന്തിനാണ് അവിടെ അറ്റാക്ക് ചെയ്തത് എന്നുള്ളതാണ് ഖത്തറിന്റെ ചോദ്യം. അതിന് ഉത്തരവൊന്നുമില്ല. ഇറാനുമായിട്ട് ചേർന്ന് ഇറാനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്. അതിനിപ്പോൾ ഖത്തർ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ നിലപാട്. ഇതിനകത്ത് ഖത്തറിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ഖത്തറിന് ഇത് വല്ലാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഖത്തറിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ഏറ്റവും വലിയൊരു ഗ്യാസ് പ്ലാന്റ് ആണ്. ഇതുകൊണ്ട് ഖത്തറിന് ഉണ്ടായിരിക്കുന്ന ലാഭം ചില്ലറയല്ല. ഇത് ഇനി ഫ്യൂച്ചറിൽ ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ലാഭവും ചെറുതല്ല. അതുകൊണ്ടാണ് ഖത്തറിന് ഇത്രയും വിഷമം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് അതങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഈ LNG ക്രൈസിസ് ഗ്ലോബലി തന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കും. അതും നമ്മളിവിടെ എടുത്ത് പറയേണ്ട വിഷയമാണ്. കാരണം നമ്മളിപ്പം ഓസ്ട്രേലിയയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും നാളെ ഗ്ലോബൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ വിലയും കൂടും, ഇത് വാങ്ങിക്കാനുള്ള രാജ്യങ്ങളുടെ എണ്ണവും കൂടും. ഇപ്പോൾ യൂറോപ്പൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതുപോലെ മറ്റുള്ള ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ പ്രതിസന്ധിയിലാവും. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇറാന്റെ ഇന്റലിജൻസ് ഓഫീസർ ഇസ്മായിൽ ഖാത്തിബ് കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ അറ്റാക്കിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനാണെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ഓടി നടന്ന് അറസ്റ്റ് ചെയ്യാണ് ആൾക്കാരെ. സ്പൈ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മൊസാദിന്റെ പേടിയിൽ ഇതുവരെ 100 പേരെ പുതുതായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിലാണ് എസ്കലേറ്റ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. യുദ്ധം നെക്സ്റ്റ് ലെവലിലേക്ക് എസ്കലേറ്റ് ആയിട്ടുണ്ട്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം തന്നെ ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ലെബനാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ, അതേപോലെ ഇറാന്റെ മിസൈൽ വിത്ത് ഡെബ്രി സബ് അമ്യൂണിഷൻസ് എല്ലാം തന്നെ ഇസ്രായേലിൽ പതിച്ച ഫൂട്ടേജസ്, അതുപോലെ തന്നെ ഖത്തറിന്റെ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റ് അറ്റാക്ക് ചെയ്ത ഫൂട്ടേജസ്, ഇതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.